ഗുഡ് ഈവനിങ് ടു ഓൾ. ഐ എം അബിത ഫ്രം അഡ്മി ഇന്റർനാഷണൽ. എനിക്കറിയാം ഇന്ന് നിങ്ങൾ എല്ലാവരും നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള റിവ്യൂവിനായിട്ട് കാത്തിരിക്കുകയാണെന്ന്. ആസ് പെർ അവർ സ്റ്റുഡൻസ് കമന്റ്സ് നമുക്ക് ഇന്നത്തെ എക്സാമിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ ലിസണിങ്ങിലേക്ക് നമുക്ക് പോകാം. ലിസണിങ്ങിന്റെ എ പാർട്ടിൽ ആദ്യം വന്നത് ഒരു റുമറ്റോളജിസ്റ്റുമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. സെക്കൻഡ് പാർട്ടിൽ വന്നിട്ട് ഒരു ന്യൂറോളജിസ്റ്റുമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. സി പാർട്ട് പൊതുവെ ഇന്നത്തത് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സി പാർട്ടിൽ ഒരു പ്ലാൻ ബേസ്ഡ് മെഡിക്കേഷനെ കുറിച്ചുള്ളതായിരുന്നു വന്നിരുന്നത്. അടുത്ത നമുക്ക് റീഡിംഗ് മോഡ്യൂൾ നോക്കാം. റീഡിങ്ങിന്റെ എ പാർട്ടിൽ വന്നത് ഹൈപ്പർടെൻസീവ് എമർജൻസീസ് ആയിരുന്നു. അതിന്റെ ടെസ്റ്റ് എയിൽ ഡെഫിനീഷൻ, ടെസ്റ്റ് ബി കോസസ്, ടെസ്റ്റ് ഡി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ടെസ്റ്റ് ഡി മെഡിക്കേഷൻ ആൻഡ് മാനേജ്മെന്റ്. പാർട്ട് ബിയിൽ ആസ് യൂഷ്വൽ നമ്മുടെ മാനുവൽ ഫീമെയിൽസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അടുത്തത് നമുക്ക് പാർട്ട് സിയിലോട്ട് പോകാം. പാർട്ട് സിയിൽ C1 വന്നത് നോൺ കോംപ്ലിയൻസ് ഓഫ് മെഡിക്കേഷൻസ് ആയിരുന്നു. C2 DVS എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ളതായിരുന്നു വന്നത്. C2 പൊതുവെ പാടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ദി റൈറ്റിംഗ് ടാസ്ക്. Today's task was a known case. Here the patient is 15-year-old girl with anxiety related to family issues and exams. അതുകൊണ്ട് റിവ്യൂ ആൻഡ് മാനേജ്മെന്റിന് വേണ്ടി സ്കൂൾ ഹെൽത്ത് നഴ്സ് ആ സ്റ്റുഡന്റിന്റെ ഓൺ GPക്ക് എഴുതുന്ന ലെറ്റർ ആയിരുന്നു. അടുത്ത സ്പീക്കിംഗ് സെക്ഷൻ. അവിടെ വെയിറ്റ് ഗെയിൻ മാനേജ്മെന്റ്, ഹോം വിസിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫ് ടോൺസിലെക്ടമി, മദർ ആൻഡ് ചൈൽഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിരുന്നത്. ഇന്ന് എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു.